ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ് സർക്കുലേഷനിൽ പുറത്തിറക്കിയ 5 രൂപ മഹാത്മാഗാന്ധിയുടെ ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 5 രൂപ നോട്ടിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള 5 രൂപ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 5 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷനിൽ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറോട് കൂടി വരുന്ന കൊമമറേറ്റീവ് 5 രൂപ ഇഷ്യൂ നോട്ട്. അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ്. ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ 100ാമത് ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് സർക്കുലേഷൻ കൊമമറേറ്റീവ് നോട്ടാണ്. ഏകദേശം 1969-70 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 117x63 mm ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, അതായത് മുൻവശവും പിറകുവശവും വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുൻഭാഗത്തായിട്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഐ പ്രോമിസ്ഡ് ദ ബിയൺ ദ സം ഓഫ് 5 rupees എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റൈറ്റ് സൈഡ് ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 എന്ന അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തത് ആരാണോ അവരുടെ ആ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 5 രൂപ നോട്ട്, അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിക്ചർ വരുന്ന ഈ ഒരു 5 രൂപ നോട്ട് 2 ഗവർണേഴ്സാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് LK ജായും പിന്നെ വന്നിട്ട് BN അഡർക്കർ എന്നിങ്ങനെയുള്ള 2 ഗവർണേഴ്സാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് LK ജാ സിഗ്നേച്ചറാണ്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും. LK ജാ നമ്മുടെ ഗവർണറായിരുന്ന അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇംഗ്ലീഷിലും ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്കാണ്. വാട്ടർമാർക്ക് വരുന്ന അശോസ്തംഭമാണ്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും. വാട്ടർമാർക്ക് അശോസ്തംഭമാണ് വരുന്നത്. വാട്ടർമാർക്കിന് ചേർന്ന് കോർണറായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 എന്ന അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ടർമാർക്കിന് താഴെയായിട്ട് 5 രൂപയെ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശോസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. കോർണറായിട്ട് 5 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ അശോസ്തംഭത്തിന് താഴെയായിട്ട് സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പർ ഇതാണ്. C12 32 74 63 എന്നുള്ള സീരിയൽ നമ്പറാണ് ഈ ഒരു കറൻസി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു പുസ്തകം വായിക്കുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 13 ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 എന്ന് രേഖപ്പെടുത്തിയിരിക്കും. കോർണറായിട്ട് 5 എന്നുള്ള അക്കം ഏറ്റവും താഴെയായിട്ട് ഈ ലാംഗ്വേജിൻ്റെ താഴെയിട്ട് 5 rupees എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പിക്ചറിന് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്ററും ഏറ്റവും താഴെയായിട്ട് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആ ഒരു എംബ്ലം സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്കാണ്. വാട്ടർമാർക്കിനോട് ചേർന്ന് 5 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ടർമാർക്കിന് താഴെയായിട്ട് 5 രൂപയെ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 5 രൂപ കൊമമറേറ്റീവ് ഇഷ്യൂ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറോട് കൂടി വരുന്ന 5 രൂപ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ്. ഏകദേശം ഈ ഒരു നോട്ടിൻ്റെ നല്ലൊരു കണ്ടീഷൻ, അതായത് ഇതുപോലുള്ളൊരു നല്ലൊരു UNC കണ്ടീഷൻ നോട്ടിന് ഏകദേശം 500 രൂപ വരെ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നോട്ടാണ്. ഇനി ഇതിൽ നിന്ന് കണ്ടീഷൻ കുറഞ്ഞ നോട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷൻ നോട്ടൊക്കെയാണ്. ഇത് ഒരു ഡസ്റ്റ് ഉള്ള ഒരു നോട്ടാണ്. കുറച്ച് അഴുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള കണ്ടീഷൻ നോട്ടാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 300 രൂപ മുതൽ 350 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നോട്ടാണ്. അപ്പോൾ 5 രൂപ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിക്ചറോട് കൂടി വരുന്ന ഈ ഒരു നോട്ട് UNC കണ്ടീഷൻ നോട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു വില തന്നെ നമുക്ക് ലഭിക്കാവുന്ന നോട്ടാണ്. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത 2 നോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കളക്ഷൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.